വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിബി. അപ്പോൾ ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അതായത് വീട്ടിലെ കാര്യങ്ങൾ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് കുക്കിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വലിയ കുക്കിംഗ് ഒന്നും അല്ല, കുറച്ച് സാധാരണ നാടൻ കറികളൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ആദ്യം ഞാൻ അച്ചാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ ഇത്. മാങ്ങയൊക്കെ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മിക്സിയിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, കുറച്ച് കായപ്പൊടി, ഇതും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. മിക്സിയിലൊന്ന് നന്നായിട്ട് അത് അരച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ ഈ ഒരു പരുവത്തിൽ കിട്ടണം. അപ്പോൾ അങ്ങനെ അരച്ചത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. പച്ചമുളക് അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒരു 4 അല്ലി, കുറച്ച് മാങ്ങയേ ഉള്ളൂ, ഒരു മാങ്ങ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ അത് ഒരു 4 അല്ലി വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ചിട്ട് നല്ലെണ്ണയിലാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുകിട്ടു. അതിന് ശേഷം ഈ ചതച്ച് വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഈ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് മിക്സിയിൽ കുറച്ച് അരപ്പൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി ഒഴിച്ചേക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ഈ അച്ചാർ ഇതിലിട്ട് കൊടുത്തേക്കുക. അപ്പം അത് ഇടുന്ന സമയത്ത് നന്നായിട്ട് തീ ഒന്ന് സിമ്മിലാക്കി ഇടുക. മാങ്ങ ഒരിക്കലും വെന്ത് പോരുത് കേട്ടോ. ഞാൻ എന്നിട്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിട്ട് കണ്ടു. അപ്പോൾ ഉപ്പ് ഇത്തിരി ഇട്ട് കൊടുത്തു. പിന്നെ കായത്തിൻ്റെ കുറച്ച് കുറവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ്. വളരെ ടേസ്റ്റായിട്ടുള്ള അച്ചാറുമാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീൻ കാണിച്ചില്ലേ, അപ്പോൾ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കഴിക്കാൻ ഒരു കൊതിയായിരുന്നു. അപ്പോൾ ഉണക്കച്ചെമ്മീൻ പാക്കറ്റിൽ മേടിച്ചതാണെങ്കിൽ നമ്മളത് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനത് കഴുകി ഇങ്ങനെ ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കോവയ്ക്ക, ഇന്ന് ഒരു പുതിയ ടൈപ്പിൽ എൻ്റെ അനിയൻ്റെ വൈഫ് പറഞ്ഞു തന്നാണ് കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മാങ്ങ കണ്ടോ നല്ലതായിട്ട് കട്ടിയായി. അപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലോട്ട് ഒഴിച്ചു. അപ്പോൾ അത് കറക്റ്റ് പരുവമായി. കോവയ്ക്ക ഇങ്ങനെ നീളത്തിന് സ്ലിറ്റ് ചെയ്ത് നമ്മൾ എടുക്കണം, 4ആയിട്ടോ 6ആയിട്ടോ എങ്ങാനും. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതും ഒരു ടീസ്പൂൺ, അത്രയും മതി. കാരണം ഞാൻ ഉപയോഗിക്കുന്നത് ഈ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് അതിനൊട്ടും എരിവുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിൽ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം. അത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അത് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും, ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്നാൽ നല്ലതാണ്. പക്ഷേ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളത് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എന്നിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴല്ലോ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇത് കഴിക്കുമ്പോഴത്തേൽ മീനിൻ്റെ ഒന്നും ഒരു ആവശ്യമേ ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ബീൻസ് തോരൻ വെക്കാനായിട്ട് ഞാൻ അതും അരിഞ്ഞു വെച്ചു. അപ്പോഴേക്കും ഈ ഉണക്കച്ചെമ്മീനിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ പാനിലിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അത് വറുക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഞാൻ തോരൻ വെക്കാനായിട്ട് അതിനും ഉള്ള പാൻ വെച്ചു. എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിക്കുകയാണ്. അത് കടുക് പൊട്ടുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിക്ക് ആവശ്യമുള്ള തേങ്ങയൊക്കെ അരച്ചെടുക്കണമല്ലോ. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ തികഞ്ഞില്ല. പിന്നീട് ഞാൻ അതിൽ ചേർത്തു. എന്നിട്ട് ഒരു 6 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി
മതി. പക്ഷേ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത് ഇത്രയും കൂടെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഈ സമയം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ബീൻസ് തോരനിലേക്ക് വേണ്ടിയിട്ടുള്ള. ബീൻസ് തോരനിൽ ഞാൻ സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയുമാണ് ചേർത്തത്. അത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് വഴറ്റുന്നതിനോടൊപ്പം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയുടെ റോ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും. എന്നിട്ട് പിന്നെ ആ സമയത്ത് അപ്പുറത്തുള്ള നമ്മുടെ ചെമ്മീൻ ഇട്ടിരിക്കുവാണല്ലോ, അതും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കരിഞ്ഞു പോകാതെ നോക്കുകയും വേണം. പിന്നെ ബീൻസ് അത് നന്നായിട്ട് ഇതായിപ്പോൾ വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുകയാണ്. ഞാൻ ബീൻസ് തോരനിലേക്ക് കറിവേപ്പിലയൊന്നും ഇട്ടിട്ടില്ല. കറിവേപ്പില എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണേ. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ പാൻ തന്നെ അടുത്ത കറി വെക്കാനായിട്ട് ഞാൻ എടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് അത് നന്നായിട്ട് ആ പാനൊന്ന് തുടച്ചു. അതിനുശേഷം ഇനിയിപ്പം ഈ കോവയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു 1/4 മണിക്കൂർ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആ പാനിൽ തന്നെ ഞാൻ കോവയ്ക്ക ഫ്രൈ ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഇട്ടിരിക്കുന്ന അത് തന്നെ ധാരാളം മതി. അപ്പോൾ ബാക്കിയുള്ള കോവയ്ക്ക ഞാൻ വേറൊരു പാത്രത്തിലാക്കി അതങ്ങ് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണേ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പറയാനുള്ളത്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീൻസ് ഏതാണ്ട് 3/4 ഭാഗം വെന്തു. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ബീൻസ് തോരനിൽ ഒരുപാട് തേങ്ങ ചേർക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഉണക്ക ചെമ്മീൻ ചമ്മന്തിക്കുള്ള ആ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ആ ചെമ്മീനൊന്ന് ഉണങ്ങിയല്ലല്ലോ, അത് ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്ത് നോക്കിയപ്പോഴാണ് തേങ്ങയുടെ കുറവ് കണ്ടത്. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഉള്ളൂ, വളരെ എളുപ്പമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ദാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ഉണക്ക ചെമ്മീൻ ചമ്മന്തി. അത് എൻ്റെ മോൾക്കും അതെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഇത്? നമുക്ക് ഉണക്ക ചെമ്മീൻ പല രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. കറിയായിട്ട് വെക്കാൻ പറ്റും, മാങ്ങയിട്ട് വെക്കാൻ പറ്റും, പിന്നെ മാങ്ങ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം, അല്ലാതെ ഇത് മസാലയാക്കി എടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഈ ചമ്മന്തി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് എനിക്കത് കഴിക്കാൻ കൊതി തോന്നിയിട്ടിന്ന് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഒരു സൈഡിൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ തോരൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ബാക്കി തേങ്ങയും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് മൂടി വെച്ചല്ലോ. അപ്പോൾ അതിപ്പം കറക്റ്റ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്ത് കറി വെച്ച് കഴിഞ്ഞിരുന്നിരുന്നാലും ഞാനത് ഉടനെ തന്നെ അത് സെർവിങ് ബൗളിലേക്ക് മാറ്റും. അപ്പോൾ എന്നിട്ട് ആ പാത്രം അപ്പോൾ തന്നെ കഴുകി വെക്കും. അത് വെന്തോന്ന് നോക്കിയതാട്ടോ, വെന്തിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്ത് കോവയ്ക്ക് അത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബീൻസിൻ്റെ ഇത് ഓഫ് ചെയ്തു. അത് ഉടനെ തന്നെ ഇനിയിപ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റും. അത് എന്നിട്ട് അങ്ങ് ടേബിളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണിയും കഴിഞ്ഞു. അടുക്കളയാണേലും ഇങ്ങനെ ഒരുപാട് പാത്രങ്ങൾ നിറഞ്ഞിരിക്കില്ല. അങ്ങനെയൊക്കെ ഇത് ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം മുതൽ ഞാൻ കുക്കിംഗ് തുടങ്ങിയ സമയം മുതൽ തന്നെ ഞാൻ എന്ത് കുക്ക് ചെയ്തിരുന്നിരുന്നാലും അത് ഉടനെ തന്നെ സെർവിങ് ബൗളിലോട്ട് മാറ്റും. എന്നിട്ട് ആ പാത്രങ്ങൾ ഉടനെ കഴുകി വയ്ക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പെട്ടെന്ന് കഴിയും. അല്ലാതെ ഇത് പിന്നീട് ഇട്ട് അതിങ്ങനെ കൂട്ടി അത് പിന്നൊരാൾ വന്ന് കഴുകാൻ നിൽക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും ജോലിയൊക്കെ ചെയ്യുമ്പം ഓൾറെഡി നമ്മൾ തളരും. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴുകാമെന്ന് വെച്ചിട്ടിരിക്കുമ്പോൾ പിന്നെ മടിക്കും, അതിൽ പാറ്റയോ പല്ലിയോ ഇതൊക്കെ കയറും. അതൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ദാ കോവയ്ക്കയും റെഡി ആയിട്ടുണ്ട്. കോവയ്ക്കയും ഞാൻ അതിലേക്ക് ഒരു അടുത്ത സെർവിങ് ബൗൾ എടുത്ത് അതിലേക്ക് മാറ്റി കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ അപ്പോൾ ആ വെളിച്ചെണ്ണ ഞാൻ കോവയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രമാണല്ലോ എടുത്തത്. അപ്പോൾ അതൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ മീൻ വറുക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അതിങ്ങനെ ഞാനൊന്ന് അരിച്ചെടുക്കുവാണേ. അതിലൊത്തിരി ഇങ്ങനെ അതിൻ്റെ കൊത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കളയാനായിട്ട്, പിന്നെ ഇല്ലെങ്കിൽ മീനിടുമ്പോഴത്തേലും അതൊക്കെ കരിഞ്ഞു പിടിക്കില്ല, അത് കണ്ടില്ലേ, അത്രയും കൊത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ആ പാത്രമൊക്കെ കഴുകി ഞാൻ ആ പാന് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ മീൻ വറുക്കുകയാണ്. കാരണം എണ്ണ നമ്മൾ ഒരേ എണ്ണയിൽ ഒരേ ദിവസം തന്നെ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് അതിൽ തന്നെ ഫ്രൈ ചെയ്ത് പോയാൽ വലിയ കുഴപ്പമില്ല. 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിലിതാ മീൻ വറുക്കുവാണേ. അപ്പോൾ ഒരു 4 കഷ്ണം മീനൊക്കെ ഇട്ടിട്ട് വറുക്കുവാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒറ്റയ്ക്കിരിക്കുന്ന ആളെന്തിനാ ഈ ഇത്രയൊക്കെ ചെയ്യണേന്ന്. 4 മീനൊക്കെ അല്ല, ചേട്ടനുള്ളതും കൂടെ ഞാൻ ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. കാരണം വൈകിട്ടാകുമ്പോഴത്തേൽ വേണേൽ ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. പിന്നെ വൈകിട്ടാകുമ്പോൾ ഞാൻ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും പിന്നെ ഇപ്പം ഈ വോയിസ് ഓവറും ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേൽ തളർന്നു പോവും, അപ്പോൾ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അത് ചേട്ടനുള്ളതും കൂടെ വറുത്ത് വെച്ചു. അതും ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അത് 2 എടുത്തു കഴിഞ്ഞപ്പോഴത്തേൽ 2 കുറച്ച് വേവ് കുറഞ്ഞ പോലെ തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിപ്പം എല്ലാം പാകമായിട്ടുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ മീൻ നന്നായിട്ട് ഫ്രൈ ആവണം. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് മീൻ അധികം അങ്ങോട്ട് വേവണ്ട. എനിക്കത് ഇഷ്ടമല്ല, ഡീപ്പ് ഫ്രൈ ആണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അച്ചാറൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടോ, അത് ഞാൻ ഒരു കുപ്പിയിലേക്ക് മാറ്റി. നല്ല കളറൊക്കെ ഇല്ലേ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ അച്ചാർ. ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം എന്നോട് പറയണം കേട്ടോ. അത് കഴിഞ്ഞ് കുറേ പാത്രങ്ങളൊക്കെ ഞാൻ ഡിഷ് വാഷറിൽ തന്നെ വെച്ചു. ഈ പാത്രങ്ങളൊന്നും നോൺ സ്റ്റിക്ക് അല്ലേ, അത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതൊക്കെ ഞാൻ കൈകൊണ്ട് കഴുകി വെച്ചു. എന്നിട്ട് പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി കിച്ചൺ ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ ഈ കറികളൊക്കെ വെച്ച കറികളെല്ലാം എടുത്ത് ടേബിളിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിവിടെ ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ടാവുമല്ലോ. എന്നിട്ട് ബാക്കി ഞാൻ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ വിനീഗറും പിന്നെ ഒരിത്തിരി ഡിഷ് വാഷ് ലിക്വിഡും വെള്ളവും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ തുടയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ തുടച്ചപ്പോഴത്തേൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗവും പിന്നെ ഓവൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു. ഇത് പിന്നെ കണ്ടോ, ഇത് ഞാൻ ഇന്നലെ ചെയ്തു വെച്ച ഗ്രീൻ ചില്ലിയൊക്കെ ഞാൻ ഇന്നലെ മറ്റേ ഐസ് ട്രേയിലാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇന്ന് അതിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ ട്രേയിൽ നിന്ന് വിടിവിച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കിട്ടും. ഇത് നമ്മളൊരു ഗ്ലാസ് ബോട്ടിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അത് ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പം നമുക്ക് ആവശ്യത്തിന് എടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. ഇത് അലിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് മറ്റേ ജിഞ്ചർ ഗാർലിക്കാണ്. അപ്പോൾ അതും ഇതുപോലെ ക്യൂബ്സാക്കി ഞാൻ ഗ്ലാസ് ജാറിൽ തന്നെ ഇട്ട് വയ്ക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ലാത്തവരും ചെയ്തിട്ടില്ലാത്തവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. നമുക്ക് പിന്നെ ഈ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ആകുമ്പോൾ അതിലൊത്തിരി പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. ഇതിലാവുമ്പോഴത്തേലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ, അപ്പോൾ അതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചാൽ മതി. എന്നിട്ട് നമുക്കത് കഴിയുമ്പോൾ പിന്നെയും ഉണ്ടാക്കാം. ഇത് നാരങ്ങയാണ് കേട്ടോ. നാരങ്ങ അതും ഇങ്ങനെ ക്യൂബ്സാക്കി ഇങ്ങനെ ഗ്ലാസ് ജാറിലാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പം നമുക്ക് ആരെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇപ്പോൾ പെട്ടെന്നൊന്ന് നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നാരങ്ങ എന്താ പറയുന്ന പഞ്ചസാരയും വെള്ളവും കൂടെ ഒന്ന് കലക്കിയിട്ട് ഇതും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അല്ലാതെ കഴുകാനുള്ളത്, അതൊക്കെ തുടച്ച് മാറ്റി. എന്നിട്ട് അത് കഴിഞ്ഞ് ഡിഷ് വാഷറിൽ ഇത്രയും ഡിഷ് വാഷർ ഫുള്ളായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഡിഷ് വാഷറും ഓൺ ചെയ്തു. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കിച്ചൺ മുഴുവൻ ഞാൻ വൃത്തിയാക്കിയല്ലോ. അപ്പോൾ അതിൻ്റെ ടവൽസ് മുഴുവൻ ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്യാൻ. എല്ലാം ഒരു ദിവസത്തെ അല്ല, ഞാൻ 2-3 ദിവസത്തത് ഒരുമിച്ചാവുമ്പോഴത്തേൽ അങ്ങനെയാണ് ഞാൻ കഴുകിയെടുക്കുന്നത് കേട്ടോ. കിച്ചൺ ടവൽസ് ഒരിക്കലും ഞാൻ നമ്മുടെ അല്ലാത്ത ക്ലോത്ത്സിൻ്റെ കൂടെ ഇടാറില്ല. എന്നിട്ട് അത് വാഷ് ചെയ്യാനിട്ടിട്ട് പിന്നെ ക്ലീൻ ചെയ്യാൻ പോയി. പിന്നെ നിങ്ങൾക്ക് നാരങ്ങ വെള്ളത്തിൽ ഞാനൊരു എളുപ്പവഴി പറഞ്ഞു തരാം. നാരങ്ങ വെള്ളം നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര
മിക്സിയിലൊന്ന് പൊടിക്കുക. എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഇതാക്കുക. അപ്പോൾ അത് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ചോറും കറികളും ഒക്കെ മേശപ്പുറത്തെത്തി. ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ കറികൾ, ചോറും ഒക്കെ. എന്നിട്ട് ഞാൻ ഒരു 1:30 ആയപ്പോൾ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ എല്ലാ കറികളും എടുത്തിട്ടുണ്ട്. വിഭവസമൃദ്ധമായിരുന്നു ഇന്നത്തെ ഊണ്. പിന്നെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുമ്പം അതൊരു വലിയ മടി തന്നെയാണ് കേട്ടോ. കഴിക്കാൻ തോന്നത്തില്ല പലപ്പോഴും. ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ എൻ്റെ കഴിപ്പൊക്കെ കണക്ക് തന്നെയാണ്. അപ്പോൾ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേൽ കറികൾ എത്ര എണ്ണം ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കിയതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.